ബിനിൽ, ശുഭകരമായ ഒരു വാർത്ത നാളെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കേരളം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. കാരണം ആ സ്ത്രീകളെ ഇനിയും ആ തെരുവിൽ കിടക്കാൻ അനുവദിക്കരുത് എന്നുള്ളത് കേരളത്തിന്റെ ആകെയുള്ള ആവശ്യമാണ്. അതിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കും, അല്ലെങ്കിൽ ആ ചർച്ചകൾക്ക് പുരോഗമനം ഉണ്ടാകുമെന്നൊരു സൂചന യസ്മിനിയുടെ വാക്കുകളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നമ്മുടെ ആരോഗ്യമന്ത്രി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലേ ബിനിൽ? ബിൽ തീർച്ചയായിട്ടും ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ യസ്മിനിയും സദാനന്ദനടക്കമുള്ള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ പങ്കുവെച്ചത്. പ്രത്യേകിച്ച് ബിൽ സൂചിപ്പിച്ചതുപോലെയാണ് ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. അതുതന്നെയാണ് ഒരു പ്രതീക്ഷയ്ക്ക് ഇവർക്ക് ആക്കം കൂട്ടുന്നത്. ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും, ഓണറേറിയം അടക്കം വർദ്ധിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷയാണ് ഇവർക്ക് ഇപ്പോഴുള്ളത്. നേരത്തെ 2 തവണ ഇതിനു മുമ്പ് ചർച്ച നടത്തിയതാണ്. ആ ചർച്ചയെല്ലാം പരാജയപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയും ഇൻസെന്റീവ് അടക്കം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തത്. ഇപ്പോൾ നിരാഹാര സമരം അവരിപ്പോൾ കഴിഞ്ഞ 14 ദിവസമായി ഇവിടെ തുടരുകയാണ്. 52ാം ദിവസത്തെയാണ് ഇവരുടെ സമരം, ആശാവർക്കർമാരുടെ സമരം ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് പ്രത്യേകിച്ച് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. സംഘടനാ റിപ്പോർട്ടിലടക്കം ഈ ആശമാരെ കൂടുതൽ അടുപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചേർത്തെത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനമൊക്കെ ആ സംഘടനാ റിപ്പോർട്ടിൽ അടക്കമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ആശമാരുടെ സമരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. NHM-ന്റെ ഓഫീസിൽ നിന്നാണ് ഇവരുടെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യമന്ത്രി ചേംബറിൽ വെച്ച് നാളെ വൈകിട്ട് 3:30-ക്കാണ് ഈ ചർച്ച ഉണ്ടാവുക. പ്രത്യേകം എടുത്തു പറയേണ്ടത് 3ാം തവണത്തെ ചർച്ചയാണ്. ആദ്യം ഇവർ സമരം തുടങ്ങിയപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയതാണ്. ആ ഘട്ടത്തിൽ അത് പരാജയപ്പെട്ടു. പിന്നീട് NHM ഡയറക്ടർ ഇവർ വിളിപ്പിച്ചു. അതിനുശേഷം മന്ത്രി വീണ ജോർജുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നിട്ടും ഒരു തീരുമാനമായില്ല. എന്തായാലും ആശാ വർക്കർമാർ നമുക്ക് ഒപ്പമുണ്ട്. എങ്ങനെയാ മന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, ശുഭപ്രതീക്ഷയുണ്ടോ? പിന്നെ ശുഭപ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും നല്ല കാര്യത്തിനായിരിക്കും വിളിച്ചിരിക്കുന്നത്. ശുഭപ്രതീക്ഷയുണ്ട്. നേരത്തെ 2 തവണ ചർച്ച നടത്തിയതാണ്, അത് പരാജയപ്പെട്ടു. ഇത് 3ാം തവണയാണ്. അതാണ് 3ാം തവണയാണ്. അപ്പോഴേ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് നല്ല വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കും ഞങ്ങളെ വിളിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയിരുന്നു ആരോഗ്യമന്ത്രി. അതിനുശേഷമാണ് ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ശുഭപ്രതീക്ഷ തന്നെയാണ് അല്ലേ? ആണ്, ശുഭപ്രതീക്ഷ തന്നെയാണ്. പിന്നീട് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ഓണറേറിയം കൂട്ടേണ്ടത് കേരളമല്ലേ, ഇവിടെ സംസ്ഥാനമല്ലേ. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് എന്താണ്. പക്ഷേ നല്ലൊരു ശുഭപ്രതീക്ഷയാണ്. നിരാഹാരം കിടക്കുന്ന ആശാപ്രവർത്തകയാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ ശുഭപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അവർ പറയുന്നൊരു കാര്യം, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെന്റീവിന്റെ കാര്യത്തിലാണ് കേന്ദ്രം തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലും ഇൻസെന്റീവിന്റെ അടക്കമുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്തായാലും ഓണറേറിയം 7000-ൽ നിന്ന് എത്രയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ആശമാർ ഉറ്റുനോക്കുന്നത്. ഇവരുടെ ആവശ്യം 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കഴിഞ്ഞ 2 തവണത്തെ ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിലും ഇവരുമായി നടത്തിയ ചർച്ചയിൽ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ ചർച്ച ഉണ്ടായില്ല. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ചർച്ച ആയില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ഇപ്പോൾ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. എന്താ പ്രതീക്ഷ? സാറേ, നല്ല പ്രതീക്ഷയുണ്ട്, മനസ്സ് നിറയെ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എൻ്റെ വീട് ജപ്തിക്ക് വരെ ഇരിക്കുകയാണ്. പിന്നെ അതൊന്നും ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ എവിടെയാണ് ചെന്ന് കിടക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വിളിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പോകാം. വീടില്ലെങ്കിലും കടവരാന്തായാലും സന്തോഷമായിട്ട് പോകാം. ഞങ്ങളെ ഇനിയും പറഞ്ഞ് പറ്റിക്കാത്ത രീതിയിൽ എല്ലാം രേഖാമൂലം ഞങ്ങളുടെ മിനി മേഡത്തിനെ ഏൽപ്പിച്ച് തന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി വാങ്ങി സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് പറയാണ് സാറേ. മനസ്സ് നിറഞ്ഞാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞങ്ങളോട് ആ ഒരു കരുണ കാണിക്കണം. എത്രയേ പറയാനുള്ളത്. ബിനിൽ, ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ആശാ വർക്കറാണ്. ഇങ്ങനെ പലവിധ സമരങ്ങൾ വ്യക്തമാണ്, പ്രതികരണങ്ങളിലൂടെ വ്യക്തമാണ് ബിനിൽ. അവർ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് നോക്കിക്കാണുന്നത്. നാളെ ആശമാരുമായി ചർച്ച നടത്തുമെന്ന് NHM-ന്റെ ഓഫീസിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും ചർച്ച ഉണ്ടാവുക. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്.